അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ഭക്തർ നൽകിയ സംഭാവനകളിലും വെള്ളിക്കട്ടകളിലും വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും തട്ടിപ്പുകളും നടന്നതായി ആരോപണമുയരുകയും ഇതിൽ ഉത്തർപ്രദേശ് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. 60 കിലോഗ്രാം വെള്ളിക്കട്ടകൾ കാണാതായതായാണ് പരാതി. രാജ്യത്തുടനീളമുള്ള സ്വർണ്ണ വെള്ളി വ്യാപാരികളുടെ കൂട്ടായ്മയായ ജ്വല്ലേഴ്സ് അസോസിയേഷൻ ക്ഷേത്രത്തിലേക്ക് സംഭാവന നൽകിയ 60 കിലോ വെള്ളിക്കട്ടകൾ ഏകദേശം 1.5 കോടി രൂപ വിലമതിക്കുന്നതാണത്. ക്ഷേത്ര ശേഖരത്തിൽ നിന്നും കാണാതായതായി ആരോപണമുണ്ട്. ഈ വെള്ളിക്കട്ടകൾ കൈമാറിയതിന്റെ രസീത് തങ്ങളുടെ പക്കലുണ്ടെന്ന് അസോസിയേഷൻ വ്യക്തമാക്കുമ്പോഴും ക്ഷേത്ര അധികൃതരുടെ പക്കൽ ഇതിന്റെ വ്യക്തമായ രേഖകളില്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങായ പ്രാൺ പ്രതിഷ്ഠാ സമയത്ത് അടിത്തറയിൽ സ്ഥാപിക്കാൻ നൽകിയ ഈ വെള്ളിക്കട്ടകൾ പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ല. മുംബൈയിലെ ഒരു വ്യവസായ കുടുംബം സമർപ്പിച്ച 3 കിലോ തൂക്കമുള്ള വെള്ളിമാലയ്ക്കും പാദുകത്തിനും മാസങ്ങൾ കഴിഞ്ഞിട്ടും രസീത് നൽകിയില്ല എന്നതുൾപ്പെടെയുള്ള പരാതികൾ ഭക്തർ ഉന്നയിച്ചിട്ടുണ്ട്. ലക്നൌ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്തിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സംഭാവനകളിൽ നിന്ന് 200 കോടിയിലധികം രൂപയുടെ വകമാറ്റലും തട്ടിപ്പും നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക സൂചനകൾ. പണം എണ്ണുന്നതുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ കോടിക്കണക്കിന് രൂപയും ആഡംബര വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തു. ക്ഷേത്രത്തിലെ പണം കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചതായും CCTV നിരീക്ഷണത്തിലും ജീവനക്കാരുടെ പരിശോധനയിലും പോരായ്മകൾ ഉണ്ടായതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പണം കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് അവിനാശ് ശുക്ല ഉൾപ്പെടെ 8ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിവാദങ്ങളെ തുടർന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളായ ചമ്പത് റായ്, അനിൽ മിശ്ര എന്നിവർ തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെച്ചതായും റിപ്പോർട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.